ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ എന്റെ കുഞ്ഞ്, അയ്യോ എന്റെ കുഞ്ഞ് എന്നെ വിട്ടുപോയി. ഇഷ്ടം അച്ഛാ, എന്റെ വിഷ്ണുവേട്ടം ഇത് എന്തൊരു ഉറക്ക ഇത്, ഒന്ന് എണീറ്റ്. എനിക്കിന്ന് ഓഫീസ് വരെ ഒന്ന് പോണേ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, ചുമ്മാ തമാശ കളിക്കല്ലേ, ചുമ്മാ അഭിനയിക്കാതെ എഴുന്നേക്ക് വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടാ ഒന്ന് എഴുന്നേറ്റേ. അമ്മേ അമ്മേ, എന്തിനാ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുന്നേ? ആ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല മോളെ. അച്ഛാ അച്ഛാ അച്ഛാ. വിഷ്ണുവേട്ടാ, എന്താ മോളെ, എന്താ മോളെ? വിഷ്ണുവേട്ടൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. അച്ഛാ, വിഷ്ണുവേട്ടാ, എന്തു പറ്റി മോളെ? വിഷ്ണുവേട്ടൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. എഴുന്നേക്കുന്നില്ലെന്നോ? മോളെ നീ ഇങ്ങോട്ടൊന്ന് മാറിക്കേ. എടാ വിഷ്ണു മോനെ, എടാ വിഷ്ണു മോനെ, എടാ വിഷ്ണു, എടാ വിഷ്ണു. അയ്യോ അയ്യോ എന്റെ കുഞ്ഞ്, അയ്യോ എന്റെ കുഞ്ഞ് എന്നെ വിട്ടുപോയി. ഇഷ്ടം അച്ഛാ, എന്താ? അയ്യോ അച്ഛാ എഴുന്നേക്ക് അച്ഛാ. എന്താ നിങ്ങളോട് കരയുന്നേ? അച്ഛാ, വിഷ്ണുവേട്ടൻ എന്തുവാ? മോനെ വിഷ്ണു, അയ്യോ അച്ഛാ, വിഷ്ണു, വിഷ്ണുവേട്ടാ, അവനൊരു കുഴപ്പമില്ല. നീ കുറച്ച് വെള്ളത്തോടെ മൊത്തം ഒഴിച്ചേ. എടുത്തൊഴിക്ക്, എടുത്തൊഴി. വിഷ്ണു, അച്ഛാ, അച്ഛാ കണ്ണു തുറക്കച്ഛാ. അയ്യോ വിഷ്ണു മോനെ, അച്ഛാ, കണ്ടോ അവനൊരു കുഴപ്പമില്ല. ചുമ്മാ മനുഷ്യനെ ആദ്യം ഒഴിപ്പിക്കാനായിട്ട്. വിഷ്ണു വിഷ്ണുവേട്ടാ, എന്ത് പറ്റിയടാ നിനക്ക്? എന്താടാ, എന്താ നിനക്ക് സംഭവിച്ചേ? എന്താടാ മോനെ നിനക്ക് പറ്റിയേ? അല്ല ഞങ്ങളെ വിളിച്ചോന്ന് നീ അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലെന്ന് പറഞ്ഞ എനിക്കെന്തെങ്കിലും അസുഖമുണ്ടെന്ന് ഇവര് വിചാരിക്കും. എടാ വിഷ്ണു, വിഷ്ണു അയ്യോ, ഞാനെല്ലാരും പറ്റിച്ചതാ, എല്ലാരും പറ്റിച്ചതാ. എല്ലാരും മുഖം നോക്കണേ, എല്ലാരും പറ്റിച്ചതാ. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ എങ്ങനെയാ കാണുന്നതെന്ന് നോക്കി ഞാൻ പരീക്ഷ അല്ലേ? അതെന്തായാലും പരീക്ഷണം ഏറ്റു. അല്ല എങ്ങനെയുണ്ട് മക്കളെ? മക്കൾ പേടിച്ചാ? അല്ല ഞാൻ ഇങ്ങനെയാണോ വിഷ്ണുവേട്ടാ തമാശ കാണിക്കുന്നത്? മറ്റുള്ളവരെ തകർക്കുന്ന രീതിയിലാണോ തമാശ കാണിക്കുന്നതെന്ന്? ഒരൊറ്റ നിമിഷം കൊണ്ട് എത്ര പേരുടെ മനസ്സാ വിഷ്ണുവേട്ടൻ വേദനിപ്പിച്ചെന്നറിയോ?
ഞാനൊരു നേരം പോക്ക് കാണിച്ചല്ലേ, നീ ക്ഷമിക്കേ. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു അവസാനിപ്പിച്ചു. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഞങ്ങൾ എല്ലാവരും വിട്ടു പോവാണെന്ന് തോന്നലുണ്ടാക്കാൻ പറ്റിയല്ലോ. എന്നിട്ട് അതേ വിഷ്ണുവേട്ടൻ ഇപ്പൊ എന്താ നേടിയേ? ഈ നിൽക്കുന്ന അച്ഛനും അമ്മയും ഞാനും നമ്മുടെ മോളും എല്ലാം വിഷ്ണുവേട്ടൻ എന്ന ഒറ്റൊരാളുടെ പ്രതീക്ഷയിൽ കഴിയുന്നവരാ. ഈ വിളിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരുമില്ല. ഞാനുമില്ല. ഞാൻ വെറുതെ കാണിച്ചല്ലേ. ഛേ, നമുക്ക് കരയല്ലേ, കരയല്ലേ. എടാ എടാ, നീയാണ് ഞങ്ങളുടെ വെളിച്ചം. ഈ വെളിച്ചമാണ് ഞങ്ങളുടെ കാഴ്ച. ഈ കാഴ്ച ഞങ്ങളുടെ കണ്ണടയുന്നത് വരെ ഞങ്ങൾക്ക് കാണണം. ഈ അമ്മ വെറുതെ ചുമ്മാ അമ്മ. മോളുവാ, അവർക്ക് രണ്ടാൾക്ക് എന്തെങ്കിലും പറയാൻ കാണും. അവര് പറഞ്ഞു തീർക്കട്ടെ. നീ വാ, വരാ കേട്ടാ. സത്യ അച്ഛനോട് പിണക്ക. അച്ഛ എന്നോട് മിണ്ടണ്ട. നിന്റെ കുട്ടികളെ കുറച്ച് കൂടുന്നുണ്ട്. അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ചിന്തിക്ക് പോലും ചെയ്യരുത്. പറഞ്ഞേക്കാം. എന്താടാ പൊട്ടാ. കളക്ടറെ, നീ എല്ലാരും ഊരച്ചെന്ന് നാണം കെടുത്തില്ലേ? ആ അടിയുടെ വേദന പോയിട്ടില്ല, അറിയോ? ഒടിക്കല്ല, കൊല്ല വേണ്ടത്. മനുഷ്യന്റെ ഉയരങ്ങ് പോയി. എടി, ഞാൻ ഇവിടെ നിക്കുമ്പോ നിന്റെ ഉയരം ആരെടുത്തോണ്ട് പോവാനടി? ആകെ കൊണ്ടുപോകാനുള്ളത് ഞാനാണ്. അതിപ്പം ആരാദ്യം പോവാന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. ചിലപ്പോ ഞാനാണെങ്കിലും. ആഹാ, എന്നാലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനാണ് ഇപ്പൊ ആദ്യം മരിക്കണെന്ന് വിചാരിക്കുക. അല്ല, വെറുതെ വിചാരിക്കുക. എന്നോടൊപ്പം നീ വരുമോ? കൊണ്ടുപോയാ ഞാനും വരും. ഒറ്റ ഇടിച്ചോണ്ടല്ലോ. അപ്പൊ എന്റെ മക്കളെ നോക്കാൻ ആരടിയുള്ളേ? നീ വേണം, ഞാനില്ലെങ്കിൽ അവർക്ക് കൂട്ടായിട്ട്. അപ്പൊ പോവാനായിട്ട് ഉറപ്പിച്ച് നിൽക്കാണോ? അത് പിന്നെ വിളിച്ചാ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ.